ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടായ അന്ന് മുതൽ തന്നെ എങ്ങനെയാണ് ഒരു രാജ്യത്ത് മന്ത്രിസഭകൾ പ്രവർത്തിക്കേണ്ടത്, ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണം, ക്യാബിനറ്റ് നോട്ട് എങ്ങനെ എഴുതണം, മന്ത്രിമാർക്ക് ആ നോട്ട് എപ്പോൾ കൊടുക്കണം, അത് എങ്ങനെയാണ് മന്ത്രിസഭയിൽ തീരുമാനം കൊണ്ടുവരേണ്ടതെന്ന് സംബന്ധിച്ച് വളരെ കൃത്യമായ ഭരണഘടനാപരമായ നിയമങ്ങളുണ്ട്. അതിനെ നമുക്ക് മന്ത്രിസഭയുടെ കാര്യത്തിൽ വരുമ്പോൾ മന്ത്രിസഭയുടെ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയാം. റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മന്ത്രിസഭ മുമ്പോട്ട് പോകേണ്ടത് എന്നാണ് അതിനകത്ത്. ഏതൊക്കെ വകുപ്പുകൾ, ഏതൊക്കെ മന്ത്രിമാർക്ക് എപ്പോൾ ഫയൽ കൊടുക്കണം, ഇതെല്ലാം പറയുന്നത് ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 166 സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് ഇത് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 166, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 77 ആണെങ്കിൽ യൂണിയൻ ലെവലിലുള്ള കാര്യങ്ങൾ പറയും. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 166 ഗവർണറാണ് എല്ലാ കൃത്യങ്ങളും ഗവർണറുടെ പേരിലാണ് നടക്കുക. അതാണ് ഓർഡറൊക്കെ ഇറങ്ങുമ്പോൾ ബൈ ദ ഓർഡർ ഓഫ് ഗവർണർ എന്നൊക്കെ പറഞ്ഞ് ഈ നമ്മൾ പല ഓർഡറുകളിലും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഇപ്പോൾ ഗസറ്റിൽ വിജ്ഞാപനം പല ബൈ ദ ഓർഡർ ഓഫ് ഗവർണർ എന്നൊക്കെ കാണുന്നതിൻ്റെ കാരണം അതാണ്. ശരിക്കും ഗവർണർ ആ ഫയലൊന്നും കാണുന്നില്ല, ഗവർണർ ഒപ്പിടുന്നുമില്ല. പക്ഷേ ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ ഒരു പവറുണ്ട്. ചീഫ് സെക്രട്ടറി ലെവലിൽ അല്ലെങ്കിൽ മന്ത്രിസഭാ ലെവലിൽ അങ്ങനെ പവറുണ്ട്. എല്ലാ ഗവർണർക്ക് അയച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. മന്ത്രിസഭയിലെ ഓരോ മന്ത്രി ഏത് വകുപ്പ് നോക്കണം, അവരുടെ എപ്പോൾ ഫയൽ അയക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ റൂൾസ് ഓഫ് ബിസിനസ്സിൽ. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ PM ശ്രീ പദ്ധതിയിൽ നടന്നിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഭരണഘടനാപരമായൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിന് വളരെ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി വന്നിട്ടുണ്ട്. എന്താണ് ഭരണഘടനാ പ്രതിസന്ധി? ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു വിഷയം ക്യാബിനറ്റിൽ കൊണ്ടുവരണമെങ്കിൽ 2 തരത്തിലാണ് വരുന്നത്. ഒന്ന്, നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ മന്ത്രിമാർക്ക് നോട്ട് കൊടുക്കുക. അങ്ങനെ മന്ത്രിമാർക്ക് നോട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വിഷയങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ് ഔട്ട് ഓഫ് അജണ്ട, ഏതൊരു അജണ്ട കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു കാര്യമുണ്ടായി, ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുണ്ടായി, അല്ലെങ്കിൽ ഔട്ട് ഓഫ് അജണ്ട എന്നുള്ള നിലയിലും ചില കാര്യങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഔട്ട് ഓഫ് അജണ്ട കൊണ്ടുവരുന്നത് വളരെ അപൂർവങ്ങളിൽ അത്യപൂർവമായ സമയങ്ങളിൽ മാത്രമേ അങ്ങനെ ഔട്ട് ഓഫ് അജണ്ട കയറി വരാറുള്ളൂ. മിക്കവാറും എല്ലാ സമയങ്ങളിലും അജണ്ടയും അതിൻ്റെ കൺസേൺഡ് നോട്ടും കുറച്ച് രഹസ്യമാണെന്ന് പറയുന്നു. പക്ഷേ അത്ര രഹസ്യമൊന്നുമില്ല, മന്ത്രി ഓഫീസിലേക്കല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അത് കാണാൻ പറ്റും. എന്നാലും ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അത് തലേ ദിവസം വളരെ കൃത്യമായി മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പ്രത്യേക ഫയൽ അല്ലാക്കി അത് എല്ലാ മന്ത്രിമാർക്കും എത്തിക്കും. അപ്പോൾ അതിനകത്ത് കാണും നാളെ ഏതൊക്കെ വിഷയം തീരുമാനമെടുക്കില്ല എന്നൊക്കെ. അതിനനുസരിച്ച് മന്ത്രിമാരൊക്കെ ഒന്ന് ഇടപെട്ട് ചില ഭേദഗതിയൊക്കെ വരുത്തിയും പഠിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മന്ത്രിസഭയിൽ പോയി കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു വിഷയം പഠിച്ച മന്ത്രിസഭയിൽ വച്ചു, ബന്ധപ്പെട്ട മന്ത്രിമാരോ ചീഫ് സെക്രട്ടറി ആരെങ്കിലും ഈ ഒരു വിഷയം മന്ത്രിസഭയിൽ വച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്തു, റിജക്റ്റ് ചെയ്തു, ചിലപ്പോൾ പരിഗണനയ്ക്ക് എടുക്കാതെ റിജക്റ്റ് ചെയ്തു. ദാറ്റ്സ് 1 പോയിന്റ്, റിജക്റ്റ് ചെയ്യാൻ നമുക്ക്. അല്ലെങ്കിൽ റിസോഴ്സ് ചെയ്തു, അതിനെ അനുകൂലിച്ചു, കുഴപ്പമില്ല, ഇത് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് അതിനെ റിസോഴ്സ് ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ റിസോഴ്സ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക, റിജക്റ്റ് ചെയ്ത് കളയുക, പിന്നെ ഡെഫർ ചെയ്യും. ഒരു മന്ത്രിസഭയിൽ ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മന്ത്രിസഭയിൽ അത് കൊണ്ടുവരാൻ പറ്റും. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രോസസ്സ് പ്രയാസമാണ്. ഒരു മന്ത്രിസഭ റിജക്റ്റ് ചെയ്തത് വീണ്ടും അടുത്ത മന്ത്രിസഭയിൽ ഉടനെ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ചൊരു പ്രയാസമുള്ള. അതേസമയം ഡെഫർ ചെയ്താൽ വീണ്ടും അത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 ക്യാബിനറ്റിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. 2 ക്യാബിനറ്റിലും മന്ത്രി രാജൻ, റവന്യൂ വകുപ്പ് മന്ത്രിയിലെ സീനിയറായിട്ടുള്ള CPIയിലെ സീനിയറായിട്ടുള്ള റവന്യൂ വകുപ്പ്, പ്രധാന വലിയ വകുപ്പ് റവന്യൂ ആണല്ലോ. അപ്പോൾ ആ റവന്യൂ വകുപ്പിലെ രാജൻ ഇതിനകത്ത് വളരെ കൃത്യമായ അഭിപ്രായം പറയുകയും ആ അഭിപ്രായമെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയും ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നതിന് ശേഷം മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്നൊരു വിഷയം, മന്ത്രിസഭയിൽ നോട്ടായി വന്നൊരു വിഷയം, ഒപ്പിടണോ വേണ്ടേ എന്ന് ചർച്ചയ്ക്ക് വന്ന വിഷയം, CPI മന്ത്രിമാർ അഭിപ്രായം പറഞ്ഞ വിഷയം, മന്ത്രിമാർ അറിയാതെ മന്ത്രിസഭയിൽ വരാതെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, അത് ഇന്നലെയല്ല മിനിയാന്നല്ല ഒപ്പിട്ടത്, ഒരാഴ്ച മുമ്പ് ഒപ്പിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒപ്പിട്ട ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി എടുക്കേണ്ടി വരും. ഉദ്യോഗസ്ഥനെതിരെ വളരെ വലിയ നടപടി എടുക്കേണ്ടി വരും. കാരണം ക്യാബിനറ്റിലേക്ക് പോയ ഒരു വിഷയം, ക്യാബിനറ്റിലേക്ക് പോയ ഒരു നോട്ട്, നോട്ട് പോയിട്ടില്ലെങ്കിലും വിഷയം പോയിട്ടുണ്ട്, രണ്ടായാലും ശരിയാണ്. ക്യാബിനറ്റിലേക്ക് പോയ ഒരു വിഷയം, ക്യാബിനറ്റിലേക്ക് പോയൊരു നോട്ട്, ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ വരാതെ ആരാണ് സെക്രട്ടറിക്ക് ഉത്തരം കൊടുത്തത് ഇത് ഒപ്പിട്ടോളാൻ? അങ്ങനെ ഒരു ഫയൽ സെക്രട്ടേറിയറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫയൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ ഫയൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ പോയത്? ഇൻ റിട്ടൺ ഡയറക്ഷൻ പോകണം. ഓറൽ വിളിച്ച് പറഞ്ഞതുകൊണ്ട് സെക്രട്ടറിക്ക് ഒപ്പിടാൻ പറ്റില്ല.
അങ്ങനെ ഓറലായി വിളിച്ച് പറഞ്ഞ് സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയുടെ ജോലി തെറിക്കും. സെക്രട്ടറിയുടെ IAS പിൻവലിക്കേണ്ടി വരും. ആരൊപ്പിട്ടാലും നമ്മൾ 2 സെക്രട്ടറിമാരെയാണ് പറഞ്ഞു കേൾക്കുന്നത്. 2 പേരും വനിതകളാണ്. ഞാൻ 2 പേരുടെയും പേര് പറയുന്നില്ല, വനിതകളുടെ പേരാണ് കേൾക്കുന്നത്. ആ 2 സെക്രട്ടറിമാരും ആണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ 2 സെക്രട്ടറിമാരുടെയും IAS ആരെങ്കിലും കോടതിയിൽ പോയാൽ, ഹൈക്കോടതിയിൽ പോയാൽ, സുപ്രീം കോടതിയിൽ പോയാൽ ആ 2 പേർക്കും നടപടി വരും. കാരണം ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിലേക്ക് പോയൊരു വിഷയം, ക്യാബിനറ്റിൻ്റെ അനുവാദമില്ലാതെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തൊരു വിഷയം, മന്ത്രിമാർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞ വിഷയത്തിൽ കൃത്യമായ ഫയലിൻ്റെ ഡയറക്ഷൻ ഇല്ലാതെ സെക്രട്ടറിമാർ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്രട്ടറി ആൻസറബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മുടെ റൂൾ അനുസരിച്ച്, ബിസിനസ് റൂൾ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്, ആൻസറബിൾ ആണ്. അതുപോലെ തന്നെ മന്ത്രിമാർ, ശിവൻകുട്ടി മന്ത്രിക്കും അങ്ങനെ ഒരു നോട്ട് കൊടുക്കാൻ, സെക്രട്ടറിക്ക് ഒപ്പുവച്ചോളൂ എന്നൊരു ഓറൽ ഡയറക്ഷൻ പോലും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഓറൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഭരണഘടനാ പ്രതിസന്ധിയാണ്. അപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഓരോ വകുപ്പുകളുടെയും കാര്യങ്ങൾ പറയുന്ന സ്ഥലത്ത് ക്യാബിനറ്റിൻ്റെ പ്രൊസീജിയർ പറയുന്നുണ്ട്. വളരെ കൃത്യമാണ് ആ പ്രൊസീജിയർ. മന്ത്രിസഭയ്ക്ക് യോഗം വിളിക്കണം, നോട്ടീസ് കൊടുക്കണം, അജണ്ട തീരുമാനിക്കണം, ഗവർണറുടെ ഗവൺമെൻറ് റെഫറൻസിന് വിടേണ്ട വിഷയങ്ങളുണ്ട്, അതുപോലെ ഡെലിഗേഷൻ ഓഫ് പവർ ഉണ്ട്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ ഉണ്ട്. ഇതെല്ലാം 1967 കേരള ഗവൺമെൻറ് ബിസിനസ് റൂൾസിൽ പറയുന്നുണ്ട്. ആ ബിസിനസ് റൂൾസിൻ്റെ നഗ്നമായ ലംഘനം എന്ന് പറയുമ്പോൾ ആർട്ടിക്കിളിൻ്റെ ഭരണഘടനയുടെ നഗ്നമായ 166 നഗ്നമായ ലംഘനമാണ്. അപ്പോൾ അങ്ങനെ ഭരണഘടനയുടെ നഗ്നമായ ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പിന്നെ ഏത് കാര്യങ്ങൾ ഗവർണറിന് സമർപ്പിക്കണം, ക്യാബിനറ്റ് തീരുമാനം എപ്പോൾ ആവശ്യമാണ്, CM എങ്ങനെ കോർഡിനേഷൻ നടത്തണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ റൂൾസിൽ പറയുന്നുണ്ട്. 67 റൂൾസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയ തോതിൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിന് ആൻസറബിളാണ്. ആരെങ്കിലും കോടതിയിൽ പോയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് പബ്ലിക്കിലേക്ക് ഡിബേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഷുഡ് ബി ആൻസേർഡ്. ഗവൺമെൻറ് ആൻസർ ചെയ്യേണ്ടി വരും. അതിൽ ഒന്നാമത്തെ ആൻസർ ചെയ്യേണ്ടി വരുന്നത് ഒപ്പിട്ട സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് മന്ത്രിമാർ പറയുന്നത്, ഓറലായി പറയുന്നത്, ഫോണിൽ വിളിച്ച് പറയുന്നത് ചെയ്യാൻ ബാധ്യതയില്ല എന്നുള്ളതും നമ്മുടെ റൂൾസിൽ പറയുന്നുണ്ട്. ബൈ റിട്ടേൺ കിട്ടണം. അപ്പം മന്ത്രിയോട് പറയേണ്ടിയിരുന്നു സെക്രട്ടറി. ഇനി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ സെക്രട്ടറിക്കും ഭരണപരിചയം കുറവുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ക്യാബിനറ്റ് തീരുമാനിക്കാത്തൊരു കാര്യം, ക്യാബിനറ്റിലേക്ക് പോയ ഒരു കാര്യം, ക്യാബിനറ്റിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്ന കാര്യം, മന്ത്രിമാർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞ കാര്യം കൃത്യമായി സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ സെക്രട്ടറിയുടെ പേരിൽ അടിയന്തരമായി ചീഫ് സെക്രട്ടറി നടപടി എടുക്കേണ്ടി വരും. അത് പൊളിറ്റിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ബ്യൂറോക്രാറ്റിക്കായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് സെക്രട്ടറിക്ക് സംരക്ഷണം കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ കൃത്യമായ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് ഈ വിഷയം പോയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതും ചർച്ച ചെയ്യപ്പെടണം കേരള സമൂഹം. ഇന്നലെ ആദ്യമായി CPI മന്ത്രിമാർ രാജിവെക്കും എന്ന് പറഞ്ഞത് നമ്മുടെ ചാനൽ പറഞ്ഞു. അപ്പോൾ ചിലരെങ്കിലും ഒക്കെ കമൻ്റ് ഇട്ടു ഇത് ഉടായിപ്പല്ലേ എന്നൊക്കെ. പക്ഷേ അതിനുശേഷം എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളിലും അത് വലിയ ചർച്ചയായി. CPI രാജിവെക്കുമോ രാജിവെക്കില്ലയോ, മന്ത്രിസഭയിലേക്ക് മാറി നിൽക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇനി രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് 27-ാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴയിൽ നടക്കുന്ന അവരുടെ CPIയുടെ എക്സിക്യൂട്ടീവ് സംസ്ഥാന കമ്മിറ്റിയും എക്സിക്യൂട്ടീവും ഒക്കെ ചേർന്നായിരിക്കും, കൗൺസിലും ഒക്കെ ചേർന്നായിരിക്കും തീരുമാനിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരെന്ത് തീരുമാനിച്ചാലും, മുഖ്യമന്ത്രി തീരുമാനിച്ചാലും, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചാലും ഇവിടെ നഗ്നമായ ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് തുടരാൻ സാധ്യതയുണ്ടോ മൊത്തത്തിൽ, അല്ലാതെ CPI മന്ത്രിമാരുടെ കാര്യമല്ല, മൊത്തത്തിൽ ഈ ഗവൺമെൻറ്റിന് തുടരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊരു വലിയ നിയമപ്രശ്നമാണ്.